ഗുരു നമ്മളോട് സംസാരിക്കാനും ഗുരു നമ്മളോട് ആശയം വിനിമയം ചെയ്യാനും ഉപയോഗിച്ച ഗുരുവിൻ്റെ ഒരു കാവ്യശൈലി, ഒരു ഭാഷാശൈലി, അതിനെക്കുറിച്ച് ചെറിയ വാക്കിൽ ചെറുതായിട്ട് സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം അതൊരു കടലാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഗുരുസാഗരം എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ്. എത്ര കോരിയെടുത്താലും അളന്ന് തീർക്കാനാവാത്ത എന്താ കടൽ കളവുണ്ട്, ഒരു സീമ നിനക്ക് നഹി എന്ന് ഗുരു പറഞ്ഞത്. കടലിനെ വേണമെങ്കിൽ അളവെടുക്കാം, പക്ഷെ ശിവന്റെ മഹിമയെ അളക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഗുരുസാഗരത്തെയും അളന്നെടുക്കാൻ പറ്റാത്തത്ര വലുതാണ് ഗുരുവിൻ്റെ അമേയമായ മഹിമാവ്. അപ്പോൾ അതിൽ നിന്ന് ചില തുള്ളികൾ നമുക്കിന്ന് പങ്കുവയ്ക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കറിയാം ഗുരുവിൻ്റെ ഒരു സംസാര ശൈലി എന്ന് പറയുന്നത്, ഗുരു ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആത്യന്തികമായിട്ട് ഗുരു ആരാണെന്ന് തിരിച്ചറിയുമ്പോൾ നമുക്കത് പിടികിട്ടും. ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗു ശബ്ദം അന്ധകാരം, രു ശബ്ദം നിരോധകം, ഇരുട്ടിനെ ഇല്ലാതാക്കൽ, അല്ലേ? ഗുകാരന്ധകാരശ്ച രുകാരസ്ത നിരോധക അന്ധകാര വിനാശിത്വാത് ഗുരുരിത്യഭിധീയതേ. ഇരുട്ടിനെ ഇല്ലാതാക്കലാണ് ഗുരുവിൻ്റെ ദൗത്യം എന്ന് പറയുന്നത്. എങ്ങനെയുള്ള ഇരുട്ട്? അറിവില്ലായ്മയുടെ ഇരുട്ടിനെ മാറണം, അറിവിൻ്റെ വെളിച്ചത്തെ പ്രദാനം ചെയ്യണം. അപ്പം അറിവില്ലായ്മയുടെ ഇരുട്ട് മാറ്റുക എന്നുള്ളതാണ് ഗുരുവിൻ്റെ അവതാര ഉദ്ദേശമെന്ന് പറയുന്നത്. ആ ഇരുട്ടിനെ മാറ്റുവാൻ ഗുരു ഉപയോഗിച്ച വാക്കുകൾ, ഗുരു ഉപയോഗിച്ച സാഹിത്യം എന്ന് പറയുന്നത് മലയാളത്തിലും ലോക സാഹിത്യത്തിലും പകരം വയ്ക്കാനാവാത്ത ഒന്നാണ്. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ ഇടയിൽ ഗുരുവിനെ ഇന്നും ഗുരുവിൻ്റെ എഴുത്തിനെ പ്രത്യേകമായിട്ട് വിലയിരുത്താനുള്ള ശ്രമങ്ങൾ കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് മലയാളത്തിലെ മഹാകവികളുടെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ, മഹാകവികളുടെ പേര് പറയാൻ പറഞ്ഞാൽ നമ്മൾ എഴുത്തച്ഛൻ, ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ, പിന്നെയോ ആശാൻ ഉള്ളൂർ, വള്ളത്തോൾ, ചങ്ങമ്പുഴ, കുറ്റിപ്പുഴ, അങ്ങനെയൊക്കെ പലരുടെയും പേര് പറയും. അവിടെ ഒന്നും ഒരു കവിയുടെ പേരുടെ കൂട്ടത്തിൽ ഇന്ന് വരെ ശ്രീനാരായണ ഗുരുദേവൻ്റെ പേര് ആരും തന്നെ ഉപയോഗിക്കാറില്ല എന്നുള്ളതല്ലേ സത്യം. നമ്മുടെ സ്കൂളിലെ പിള്ളേരെ പോലും എന്തുമാത്രം കവിത പഠിപ്പിക്കുന്നുണ്ട്. കുമാരനാശാൻ്റെയും വള്ളത്തോളിൻ്റെയും ചെറുശ്ശേരിയുടെയും ഒക്കെ ഒരുപാട് കവിത പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഗുരുവിൻ്റെ കവിതകൾ ക്ലാസ് മുറിയിലേക്കും വന്നിട്ടില്ല. അതിൻ്റെ കാരണം ഗുരുവിനെ നമ്മൾ ഇന്നും പഠിപ്പിക്കുന്നത് ഒരു സാമൂഹ്യ പരിഷ്കർത്താവ്, നവോത്ഥാന നായകൻ, ഇല്ലേ, വിപ്ലവകാരി, തത്വചിന്തകൻ, അദ്വൈത വേദാന്തി, പിന്നെ ഉള്ളിലിരിപ്പ്, ഈ പറയുന്നവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് ഈ മഞ്ഞക്കൊടി പിടിക്കുന്ന ആളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഗുരു, SNDPക്കാരുടെ ഗുരു. അതുകൂടെ തീരുമ്പോൾ പൂർണ്ണമായി. അപ്പം ഇങ്ങനെ ഗുരുവിനെ ഓരോ കോളങ്ങളാക്കി നമ്മൾ ലേബലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഗുരുവിൻ്റെ ആ സർവ്വവ്യാപിത്വത്തെ മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നു. അവിടുന്ന് സർവ്വലോകാനുരൂപനാണ്. ഗുരുവിനെ സർവ്വലോകാനുരൂപൻ എന്ന് വിളിച്ചതാരാണ്? നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്തുണ്ടല്ലോ, നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്തില്ലേ, സർവ്വലോകാനുരൂപായ തസ്മൈ ശ്രീ ഗുരവേ നമ. ആരാ പറഞ്ഞത്? ശിവലിംഗദാസ സ്വാമി പറയാണ്, അവിടുന്ന് എല്ലാവർക്കും സ്വീകാര്യമായ. അപ്പൊ ഗുരുവിൻ്റെ അടുക്കൽ ആരൊക്കെ ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി വന്നിട്ടുണ്ടോ അവർക്കെല്ലാം അതതിൻ്റെതായ രീതിയിലുള്ള ഗുണഫലങ്ങൾ, മാർഗനിർദ്ദേശം ഗുരു കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഗുരു ഉപയോഗിച്ച ആ സാധാരണക്കാരനുമായിട്ട് സംവദിക്കാൻ ഉപയോഗിച്ച ഭാഷാ ശൈലിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ആലോചിക്കാൻ വേണ്ടി പോകുന്നത്. ഗുരുവിൻ്റെ ഒരു ഭാഷാ രീതി നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒന്ന് തന്നെയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അത് നേരിട്ട് ഹൃദയത്തിലേക്ക് വന്നു ചേരുന്ന ഒരു വർത്തമാന ശൈലി ഗുരുവിനുണ്ടായിരുന്നു. നേരിട്ട് ഹൃദയത്തിലേക്കാണ് അത് വന്നു ചേരുന്നത്. അത് എപ്പോൾ തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതിഭകൾ 3 തരത്തിലുണ്ടെന്നാണ് പറയുക. സഹജ പ്രതിഭ എന്ന് പറഞ്ഞൊരു പ്രതിഭയുണ്ട്. എന്ന് പറഞ്ഞാൽ പൂർവജന്മാർജിതമായിട്ട് വന്നു ചേരുന്ന പ്രതിഭാശാലികളായ കവികൾക്ക് സഹജ പ്രതിഭകൾ എന്നാ പറയുക. ഔപദേശിക പ്രതിഭ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുണ്ട്, അതായത് ഉപദേശത്തിലൂടെ കിട്ടുന്ന ഒരു പ്രതിഭാശൈലി. ആഹാര്യ പ്രതിഭ എന്ന് പറയുന്ന മൂന്നാമതൊരു വിഭാഗമുണ്ട്, അത് അധ്വാനത്തിലൂടെ പരിശ്രമത്തിലൂടെ നേടിയെടുക്കുന്ന ഒന്നാണ്. അങ്ങനെ പ്രതിഭകൾ 3 തരമാണ്: സഹജ പ്രതിഭ, ആഹാര്യ പ്രതിഭ, ഔപദേശിക പ്രതിഭ. ഇതില് സഹജ പ്രതിഭാശാലികളാണ് യഥാർത്ഥത്തിൽ ശ്രേഷ്ഠരായ കവികൾ എന്ന് പറയുക. സഹജ പ്രതിഭകൾ, അവരെ സാരസ്വത കവികൾ എന്നുകൂടി വിളിക്കും. ഇങ്ങനെയുള്ള കവിത്വം നിറഞ്ഞ കവികളെയാണ് സാരസ്വത കവികൾ എന്ന് പറയുക. അപ്പം ഇത് എൻ്റെ നിർവചനം കേട്ടോ, രാജശേഖരൻ വളരെ ആധികാരികമായിട്ട് പ്രതിപാദിക്കുന്ന പുസ്തകത്തിൽ പറയുന്ന നിരൂപണത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. അപ്പം ഈ സഹജ പ്രതിഭാശാലിയായിരുന്നു ഗുരുദേവൻ.
അതുകൊണ്ട് തന്നെ ഗുരു പിറന്നു വീണതിന് ശേഷം, പിറന്നു വീണപ്പോൾ മുതൽ തന്നെ ഗുരുവിൻ്റെ ഭാഷ നമുക്ക് സാധാരണക്കാരന് പിടികിട്ടുന്ന തരത്തിലായിരുന്നു. എത്രയോ നല്ല ഉദാഹരണങ്ങൾ ഗുരുവിൻ്റെ ഭാഷാ ശൈലിയുടെ ആ ചെറുപ്പകാലത്തെ സംഭാഷണങ്ങൾ മാത്രം എടുത്താൽ മതി. നമുക്കെല്ലാവർക്കും പരിചയമുള്ളൊരു സംഭാഷണമാണ് ഏതാ? മാടനാശാൻ ഇങ്ങനെ പൂവും പഴവും അവലും മലരും ഒക്കെ ഒരുക്കി വെച്ചിട്ട് പൂജയ്ക്ക് വേണ്ടി ഒരുക്കി വെക്കും. ആശാൻ്റെ കണ്ണു തിരിയുമ്പോൾ ഈ കുട്ടി എടുത്തത് കഴിക്കും, നാണു എടുത്തത് കഴിക്കും. അന്ന് ദൈവത്തിന് നിവേദിക്കാത്ത ഭക്ഷണം കഴിക്കാൻ പാടുണ്ടോ? ഇപ്പം ഇവിടെയാണെങ്കിലും ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവിടെ കൊണ്ട് നിവേദിക്കും. നിവേദിക്കാതെ കഴിക്കാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഈ കുട്ടി പറഞ്ഞത് എന്താണ്? നാം പ്രസാദിച്ചാൽ ദൈവം പ്രസാദിക്കും. ആരാ പറയുന്നേ? 4 or 5 വയസ്സുള്ളൊരു കൊച്ചിൻ്റെ വാക്കാണോ ഇത്? നിങ്ങളുടെ ആരുടെയും മക്കൾക്ക് ഇങ്ങനെ പറയാൻ തോന്നിയിട്ടുണ്ടോ? ഇല്ല. അപ്പം അതാണ് സഹജ പ്രതിഭയിൽ അതുണ്ടായത്. അപ്പം നാം പ്രസാദിച്ചാൽ ദൈവം പ്രസാദിക്കും. എന്തൊരു ആഴമേറിയ 4-5 വയസ്സിൻ്റെ കൊച്ചിന് ആ ഭാഷാ ശൈലിയിൽ ഇങ്ങനെ ആയിരുന്നില്ല പറയേണ്ടിയിരുന്നത്. പക്ഷേ നാം ആരാണ് എന്നും അതിനകത്ത് അന്തർലീനമായിട്ടുണ്ട്. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ ഉണ്ട്. ഒരിക്കൽ ഈ കൊച്ചു നാണുവിന് പിന്നെ വയറ്റിളക്കം എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ടായി, വയറ്റിളക്കം. അപ്പം മാടനാശാൻ ഇതിനെക്കുറിച്ച് ഈ നാണുവിനോട് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞൊരു മറുപടി ഉണ്ട്. എന്നാ പറഞ്ഞതറിയാമോ? അച്ഛാ, എനിക്ക് വയറ്റിളക്കമൊക്കെ ഉണ്ടായി, പക്ഷേ ഞാൻ ഇളകിയില്ല എന്ന്. വയറ്റിളക്കം ഉണ്ടായി എന്നുള്ളത് ശരിയാണ്, പക്ഷെ ഞാൻ ഒട്ടും ഇളകിയില്ല. അപ്പം ഞാൻ ആരാണ്? നോക്കിക്കേ, ഒരു ഭാഷ എങ്ങനെയാണ് സംസാരിക്കാൻ പറ്റുന്നത്? ഒരേ സമയം തൻ്റെ ആശയത്തെ, തൻ്റെ താൻ ഉദ്ദേശിക്കുന്ന ആശയത്തിലേക്ക് അനുവാചകനെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ഒറ്റ വാക്യം മതിയാണ്. ഒരുപാട് വിശദീകരണമൊന്നുമില്ല, ആ ഒരു ഒറ്റ വാക്യം. വാരണപ്പള്ളിയിലേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് കുറച്ച് പൈസ എടുത്ത് അമ്മാവൻ കയ്യിൽ വെച്ചു കൊടുത്തു, കുറച്ച് പൈസ. അപ്പോൾ പറഞ്ഞു, പൈസ ഇവിടെ ഇരിക്കട്ടെ, രണ്ടും കൂടി നിങ്ങൾ എന്തായാലും പിരിയണ്ടെന്ന്. എന്നുവെച്ചാൽ ഞാൻ അങ്ങോട്ട് പോവാണ്, പണത്തെ കൂടി നിങ്ങൾ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല, അത് ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ ഗുരുവിൻ്റെ ആ ഭാഷാ ശൈലിയാണ് ഞാൻ പറഞ്ഞത്. അത് നേരിട്ട് ഹൃദയത്തോട് സംവദിക്കുന്ന ഒരു രീതിയായിരുന്നു. അതുകൊണ്ടാണ് ഗുരു സംസാരിച്ചതെല്ലാം സാധാരണക്കാർക്ക് സുവ്യക്തമായിട്ട് മനസ്സിലായത്. അത് സാധാരണക്കാരൻ്റെ നാവിൻ തുമ്പിൽ എന്താ പറയുക, പഴഞ്ചൊല്ലു പോലെ തത്തിക്കളിക്കുന്നത്. പഴഞ്ചൊല്ലു പോലെ ഗുരുവിൻ്റെ കവിതാ ഭാഗങ്ങളായിട്ട് വന്ന ഭാഗങ്ങൾ പോലും നമുക്കൊക്കെ എന്താ പറയുക, ഇപ്പം എഴുത്തച്ഛനും കുഞ്ചൻ തമ്പിയാരും ചെറുശ്ശേരിയും ഒക്കെ വലിയ കവി കുലപതികളാണെന്നുള്ളത് വിസ്മരിക്കുന്നില്ല. പക്ഷേ അവരുടെ വരികളേക്കാൾ കൂടുതൽ നമുക്ക് പരിചയം, കേരളത്തിന് പരിചയം ഗുരുവിൻ്റെ വാക്കുകളാണ്. ഉദാഹരണം പറയട്ടെ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. പറഞ്ഞേ, ഒരു ദൈവം മനുഷ്യർ. കേട്ടോ, ഇതൊരു കവിതയുടെ ഭാഗമല്ലേ ഇത്? ജാതി നിർണയത്തിലാണ് പറയുന്നത്. ഒരു യോനി, ഒരു ആകാരം, ഒരു ഭേദവും ഇല്ലതിൽ. അതറിയത്തില്ലാത്തവർക്ക് പോലും ആദ്യത്തെ വരി അറിയാവോ ഇല്ലയോ? അറിയാം അല്ലേ? അതുപോലെ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. കൊച്ചുകുട്ടി പോലും ഉത്തരം പറയും, കൊച്ചുകുട്ടികൾ പോലും ഉത്തരം പറയും. അങ്ങനെ എത്രയോ വരികൾ. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരന്ന് സുഖത്തിനായി വരണം. നമ്മളങ്ങനെ ചെയ്യാറില്ലെങ്കിൽ പോലും നമുക്കത് അറിയാം, ഇല്ലേ? നമ്മൾ സ്വന്തം കാര്യത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് ദുഃഖത്തെ ഉണ്ടാക്കാൻ പാടില്ല, ദോഷത്തെ ഉണ്ടാക്കാൻ പാടില്ല. ആത്മസുഖം അപരൻ്റെ സുഖമായി തീരണം. ഇങ്ങനെ എത്രയോ വരികൾ ശ്രീനാരായണ ഗുരുദേവൻ്റെതായിട്ട് പ്രചുര പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്നു. ലോകത്തേക്കത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ വാക്കുകളുടെ ഒരു മാന്ത്രികതയും അത് സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ ഗുരു പ്രദാനം ചെയ്തു എന്നുള്ളതുമാണ്.